നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം 21-ന് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടുചേരിയിൽ LDF ജില്ലാ കമ്മിറ്റി ബഹുജന റാലി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ ആചരിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മേലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. കാസർകോട്ടെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. സംഭവത്തിൽ മുളിയാർ കെട്ടുങ്കൽ സ്വദേശി അറസ്റ്റിൽ. കണ്ണൻ പാട്ടാളി കഥകളി ട്രസ്റ്റിനു വേണ്ടി നിർമ്മിച്ച സ്മാരക മന്ദിര ഉദ്ഘാടനവും ആംഫി തിയേറ്റർ സമർപ്പണവും വാർഷിക ദിനാചരണവും 19, 20 തീയതികളിൽ ദേശീയ സെമിനാറും നടക്കും. വാർത്തകൾ വിശദമായി. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 21-ന് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടുചേരിയിൽ LDF ജില്ലാ കമ്മിറ്റി ബഹുജന റാലി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K. രാജൻ, AK ശശീന്ദ്രൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21-ന് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ LDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ മന്ത്രിമാരായ K. രാജൻ, AK ശശീന്ദ്രൻ, മറ്റ് ഘടകകക്ഷി നേതാക്കളും സംബന്ധിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ ഏപ്രിൽ 11 മുതൽ 17 വരെ കാലിക്കടവിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയും 21-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ് ഹാളിൽ നടക്കുന്ന ജില്ലയിലെ വിവിധ മേഖലയിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി നടത്തുന്ന അഭിമുഖ പരിപാടിയും പ്രത്യേകമായി സംഘടിപ്പിക്കുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. എന്റെ കേരളം പ്രദർശനവും വിപണന മേളയും 21 മുതൽ 27 നടക്കുന്നുണ്ട്. അതുപോലെ ജില്ലയിലെ വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായിട്ടുള്ളൊരു അഭിമുഖം 11:30 മണിക്ക് കാഞ്ഞങ്ങാട് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അവയെല്ലാം വിജയിപ്പിക്കാൻ LDF പൊതുവിൽ ഇടപെടും. അതിനു പുറമെ LDFിൻ്റെ ആഭിമുഖ്യത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 21-ന് വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ ബഹുജന റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ബഹുജന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K. രാജൻ, AK ശശീന്ദ്രൻ, മറ്റ് ഘടകകക്ഷി നേതാക്കളും പ്രസംഗിക്കും. LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ, KV കൃഷ്ണൻ, അസീസ് കടപ്പുറം, ഷിനോജ് ചാക്കോ, PP രാജു, C. ബാലൻ, അഹമ്മദ് അലി കുമ്പള, M. അനന്തൻ നമ്പ്യാർ, PT നന്ദകുമാർ, രതീഷ് പുതിയപുരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. കാസർഗോഡ് ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. കുരിശുമരണത്തിന് മുൻപ് ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം അവസാന അത്താഴം പങ്കുവയ്ക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും സ്മരണയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് പെസഹ. പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹ അപ്പം തയ്യാറാക്കി മുറിക്കുന്നതും ആചരണത്തിന്റെ ഭാഗമാണ്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ദിനമാണ് പെസഹ വ്യാഴം. കാസർകോട്ടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയായി ആചരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മേലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം വഴിമാറിയത്. തൃക്കരിപ്പൂർ ടൗണിൽ നിന്ന് വെള്ളാപ്പിലേക്കുള്ള പ്രധാന റോഡിലാണ് പയ്യന്നൂർ സ്വദേശി ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ചത്. ഇടിയിൽ തൂൺ പൊട്ടി സമീപത്തെ ഓവുചാലിൽ കുത്തിനിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. റോഡിൽ തൂങ്ങി നിന്ന തൂൺ KSEB സബ് എഞ്ചിനീയർ വിനോദിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം സ്ഥലത്തെത്തി മാറ്റിയിടുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
പന്തൽ ഡെക്കറേഷൻ തൊഴിലെടുക്കുന്ന പയ്യന്നൂർ മുരിക്കവൽ സ്വദേശി ഉമ്മർ അലിയുടേതാണ് കാർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരത്തിലെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫ്വാനാണ് അറസ്റ്റിലായത്. MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൊള്ളയടിക്കുവാനാണ് ശ്രമമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ 1:15 മണിയോടെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനും ചന്ദ്രഗിരി ജംഗ്ഷനുമിടയിൽ MG റോഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൊള്ളയടിക്കുവാൻ ശ്രമമുണ്ടായത്. പണം വരുന്ന ഭാഗത്തെ ഡോർ തകർത്താണ് പണം കൊള്ളയടിക്കുവാൻ ശ്രമിച്ചത്. ശ്രമം പരാജയപ്പെട്ടതോടെ സഫ്വാൻ രക്ഷപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് ATM കൊള്ളയടിക്കുവാൻ ശ്രമിച്ച സംഭവം അറിയുന്നത്. ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ AK മിഥില നൽകിയ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും സഫ്വാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർന്നതും ഇയാൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ BJP സർക്കാർ കോൺഗ്രസ് പാർട്ടികളെയും നേതാക്കളെയും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് DCC നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ ഇന്ന് EDയെ ഭയന്ന് BJPയിൽ അംഗത്വമെടുത്തു. മഹാരാഷ്ട്രയിൽ ചവാൻ, അതുപോലെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രി, അദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അധികാരത്തിൽ ഇരുന്നപ്പോൾ കോടികൾ ഉണ്ടാക്കി. ED ഭയന്ന് അവരൊക്കെ BJPയിൽ ചേർന്നു. പക്ഷേ അവസാന ശ്വാസം വരെ കോൺഗ്രസ് എന്ന സംഘടനയുടെ തലപ്പത്ത് രാഹുലും സോണിയുമുണ്ടോ? ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത്. അവശേഷിക്കുന്ന ജന്മം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും നരേന്ദ്രമോദിക്ക് കീഴടങ്ങില്ല, EDക്ക് കീഴടങ്ങില്ല, ഈ ഗവൺമെന്റ് മുമ്പിൽ മുട്ടുമടക്കില്ല. DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം PA അഷ്റഫ് അലി, DCC ഭാരവാഹികളായ MC പ്രഭാകരൻ, PV സുരേഷ്, A ഗോവിന്ദൻ നായർ, M രാജീവൻ നമ്പ്യാർ, K ഖാലിദ്, ജവാദ് പുത്തൂർ, A വാസുദേവൻ, അർജുനൻ തായലങ്ങാടി, G നാരായണൻ, A വേലായുധൻ, ശ്യാമപ്രസാദ് മാന്യ, അബ്ദുൾ റസാഖ് ചെർക്കള, C അശോക് കുമാർ, BA ഇസ്മായിൽ, A ഷാഹുൽ ഹമീദ്, ഖാൻ പൈക്ക, ഹരീന്ദ്രൻ എറക്കോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് സുഹാസ് സ്മൃതിദിന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് സുഹാസിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. RSS ജില്ലാ സഹസമ്പർക്ക പ്രമുഖ് സുനിൽ കുതിരേപ്പാടി, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ദിനേശ് പമ്പ്രാണ, ഹരീഷ് കുതിരേപ്പാടി, അനിൽ B നായർ, T കൃഷ്ണൻ, A കേശവ, ബാബുമോൻ, ജയശീലൻ, ബാലകൃഷ്ണ നെല്ലിക്കുന്ന്, മനോജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. മുളിയാർ കെട്ടുങ്ങൽ സ്വദേശി B മൊയ്തീൻ കുഞ്ഞിൽ നിന്നുമാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കളുമായി മുളിയാർ കെട്ടുങ്കൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടുങ്കലിലെ B മൊയ്തീൻ കുഞ്ഞിയാണ് പിടിയിലായത്. 3018 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും കണ്ടെടുത്തു.
മംഗളൂരുവിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനിടയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ നിജിൻ കുമാർ, രജീഷ് കാട്ടാമ്പള്ളി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വിദ്യാനഗർ SI PK അബ്ബാസും സംഘവും എത്തി നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്യരത്നം കണ്ണൻ പാട്ടാളി കഥകളി ട്രസ്റ്റിനു വേണ്ടി പുതുതായി നിർമ്മിച്ച സ്മാരക മന്ദിര ഉദ്ഘാടനവും ആംഫി തിയേറ്റർ സമർപ്പണവും വാർഷിക ദിനാചരണവും 19-20 തീയതികളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് 2 ദിവസങ്ങളിൽ 6 സെഷനുകളിലായി ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാറിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെയ്യം കലാകാരൻ, അതിജീവനവും ഉപജീവനവും, അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ, സാംസ്കാരിക വെല്ലുവിളികൾ, ഭീഷണികൾ, കളരിയും തെയ്യവും, സാധർമ്മ്യ വൈധർമ്മ്യങ്ങൾ, നയരൂപീകരണം, സ്വതോഹരണ ക്ലാസ്, തെയ്യം മാറുന്ന കാലം, മാറുന്ന കല, അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ, കളരിപ്പയറ്റിനും നാടൻ കലകൾക്കുമുള്ള വെല്ലുവിളികൾ, ഭീഷണികൾ എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ നടക്കുക. 19-ന് ശനിയാഴ്ച നടക്കുന്ന സമ്മേളനം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ AM ശ്രീധരൻ്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ഭവഭാരതി പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച ആംഫി തിയേറ്റർ നസീർ വെളിയിൽ നാടിന് സമർപ്പിക്കും. തുടർന്ന് ട്രസ്റ്റിന് കീഴിൽ കഥകളി അഭ്യസനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടക്കും. 20-ന് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന നാട്യാചാര്യ പ്രതിഭാ പുരസ്കാര സമർപ്പണവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. കോട്ടക്കൽ CM ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന സീതാ സ്വയംവരം, കിരാതം, കഥകളിയും ഉണ്ടായിരിക്കും. പത്മശ്രീ ശങ്കരൻകുട്ടിമാരാറായിരുന്നു. ഈ ആഗോള പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് ട്രസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം, മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശ്രീ നസീർ വെളിയിൽ, അദ്ദേഹം കൊല്ലം സ്വദേശിയും അന്താരാഷ്ട്ര രംഗത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ, സന്നദ്ധ പ്രവർത്തകൻ എന്നുള്ള നിലയിലും, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയിലും, സംരംഭകൻ എന്നുള്ള നിലയിലും ഏറെ പ്രഖ്യാതനാണ്. അദ്ദേഹമാണ് ആംഫി തിയേറ്ററിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക. ഡോക്ടർ AM ശ്രീധരൻ, PV ഭാസ്കരൻ, മധു മുതിയക്കാൽ, ഡോക്ടർ PK ജയരാജൻ, നാസർ പട്ടേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൌക്കി കിഴക്കേ വീട് പാലാത്തിയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഏരിയക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ചൌക്കി കിഴക്കേ വീട് പാലാത്തിയ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഏരിയക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ ഭണ്ണാരം എഴുന്നള്ളിക്കൽ, തറവാട് തെയ്യം കൂടൽ, വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തറവാട് തെയ്യങ്ങൾക്കുള്ള അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകളും നടന്നു. വെള്ളിയാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. 19-ന് കാർന്നോൻ കോറച്ചൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും തെയ്യങ്കെട്ട് മഹോത്സവത്തിലെ മുഖ്യ ആകർഷണമായ കണ്ടനാർക്കേളം തെയ്യത്തിന്റെ വെള്ളാട്ടവും ബപ്പിടൽ ചടങ്ങും നടക്കും. ഏപ്രിൽ 20-ന് കാർന്നോൻ കോറച്ചൻ കണ്ടനാർക്കേളം തെയ്യങ്ങളും അരങ്ങിലെത്തും. തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. നാളെ വൈകുന്നേരമാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവംകെട്ട് മഹോത്സവത്തിൻ്റെ വയനാട്ടുകുലവൻ്റെ കൂടൽ കർമ്മം മറക്കളത്തിൽ തുടങ്ങുന്നത്.
മറ്റന്നാളാണ് ഏറ്റവും പ്രശസ്തമായ ദൈവകെട്ട് മഹോത്സവത്തിൻ്റെ പ്രശസ്തമായ ഭാഗമായ വപ്പിടൽ ചടങ്ങ് നടക്കുന്നത്. 10,000-കണക്കിന് ഭക്തജനങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന 20-ാം തീയതി ഉണ്ടാകുന്ന ശ്രീ വയനാട്ട് കുലവൻ്റെ പുറപ്പാടും അന്നത്തെ ചൂട്ടുപ്പിക്കൽ കർമ്മവും അതുപോലെ മറ്റു ചടങ്ങുകളും ഈ ദേവസ്ഥാനം നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ അന്നപ്രസാദം നൽകാനുള്ള തയ്യാറെടുപ്പിൽ സംഘാടക സമിതിയും തറവാട്ടുകാരും തയ്യാറായിട്ടുണ്ട്. എല്ലാ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ നാടിൻ്റെ നാനാഭാഗത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ KACA കാസർഗോഡ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർട്ട് ഫീ വർധനവിനെതിരെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഭീമമായ കോർട്ട് ഫീ വർധനവിൽ പ്രതിഷേധിച്ച് KACA കാസർഗോഡ് യൂണിറ്റ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടതി പരിസരത്ത് നിന്ന് പ്രവർത്തകർ ജില്ലാ ട്രഷറിയിലേക്ക് റാലി നടത്തി. തുടർന്ന് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ KACA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഗവൺമെൻറ് കണ്ണു തോന്നുന്നില്ലെങ്കിൽ ഇനിയും കൂടുതൽ സമരമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, പൊതുജനങ്ങളെ ബാധിക്കുന്നതാണ്. നമുക്കറിയാം, കോടതിയിലെത്തുന്ന കക്ഷികൾ, പാവപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, കുട്ടിക്കും അമ്മയ്ക്കും ചെലവിന് വേണ്ടി കിട്ടുന്ന കോടതിയെ സമീപിക്കുന്ന ആളുകൾ, കടം വാങ്ങി കിട്ടാതെ വഞ്ചിതരായവർ, തിരിച്ചു കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഈ ശാമ്പു വർധന ഒരു അടി തന്നെയാണ്. KACA കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് K. ജയറാം ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് A. രഘുനാഥ് നായിക് മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി B. ജഗദീഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KACA കാസർഗോഡ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ K. സ്വാഗതവും പ്രശാന്ത് കുമാർ നന്ദിയും പറഞ്ഞു. കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭീമമായ കോർട്ട് ഫീ വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തുകയാണ്. ഭീമമായ കോർട്ട് ഫീ വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണാ സമരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 2024 പുരസ്കാരം രാജേഷ് ബാബു TVക്ക്. കൊച്ചിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് രാജേഷ് ബാബു അവാർഡ് ഏറ്റുവാങ്ങി. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 2024 പുരസ്കാരം രാജേഷ് ബാബു TV നേടി. ഏപ്രിൽ 12-ന് കൊച്ചിയിൽ വെച്ച പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങി. എറണാകുളത്തെ വളരെ പ്രശസ്തമായ ചവറ കൾച്ചറൽ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. സിനിമ, കല, സാഹിത്യ മേഖല തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത്. ഓട്ടോമൊബൈൽ സെയിൽസ് രംഗത്തു നിന്നും കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തിയാണ് രാജേഷ് ബാബു. അദ്ദേഹം രചിച്ച ഓട്ടോമൊബൈൽ സെയിൽസിലെ ഡീൽ മേക്കർ എന്ന പുസ്തകം മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട ഓട്ടോമൊബൈൽ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന ആദ്യ പുസ്തകം എന്ന നിലയ്ക്കാണ് അവാർഡ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മലയാള പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഈ പുസ്തകത്തിന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേയിലെ വ്യത്യസ്ത മേഖലയിലെ ജീവനക്കാർ സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ SRMU നേതൃത്വത്തിൽ പയ്യന്നൂർ സ്റ്റേഷനിൽ നിരാഹാര സമരം തുടങ്ങി. നിരാഹാര സമരം സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ എഞ്ചിനീയറിംഗ് ഗ്യാങ്ങിന് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ റെസ്റ്റ് റൂമിൽ അനുവദിക്കുക, പോയിന്റ്സ്മാൻമാരുടെ 12 മണിക്കൂർ ഡ്യൂട്ടി 8 മണിക്കൂറാക്കി ചുരുക്കുക, വനിതാ ജീവനക്കാർക്ക് സ്റ്റേഷനുകളിൽ റെസ്റ്റ് റൂം അനുവദിക്കുക, ജീവനക്കാർക്ക് തൊഴിൽ ഭാരം കൂട്ടുന്നതിനിടയാക്കുന്ന കണ്ണൂർ സ്ലീപ്പർ ഡിപ്പോ നിർത്തലാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന റെയിൽവേ ജീവനക്കാരുടെ സമയോചിത ലീവുകൾ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരുടെ സമരം. സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ഓപ്പൺ ലൈൻ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ 12 മണിക്കൂർ നിരാഹാര സമരത്തിൽ എഞ്ചിനീയറിംഗ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാഫിക്, TRD, കമേഴ്ഷ്യൽ വിഭാഗങ്ങളിലെ ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന SRMU ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന നിരാഹാര സമരം രാവിലെ സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ അഡ്മിനിസ്ട്രേഷൻ SRMU ARFന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. ഈ പാലക്കാട് നടത്തുന്ന ധർണയോടുകൂടി
നമ്മൾ നേടിയെടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം, നമ്മൾ അവകാശപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് കണ്ണയ്യ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നേടിയെടുത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശക്തരായ നേതൃത്വം തന്നെയാണ് സെൻട്രൽ കമ്മിറ്റിയിലുള്ളത്. കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് സെക്രട്ടറി എ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ ട്രഷറർ ബിജു കെ നായർ, കണ്ണൂർ ഓപ്പൺ ലൈൻ ബ്രാഞ്ച് സെക്രട്ടറി അഹമ്മദ് ഷുബിൻ, കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് പ്രസിഡന്റ് VH മുഹമ്മദ് അലി, MV സന്തോഷ്, EV രതീഷ്, അജിത് മിനിയൻ, ജോൺ തോമസ്, C മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പത്മശ്രീ പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ വിഷുവുമായി ബന്ധപ്പെട്ട് പുസ്തക കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ശ്രീജിത്ത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പുസ്തകശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ സഹകരണത്തോടെ വിഷുവുമായി ബന്ധപ്പെട്ട് പുസ്തക കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അനശ്വര കോംപ്ലക്സിലെ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം സോണൽ ജനറൽ മാനേജർ ആൻഡ് സോണൽ ഹെഡ് ശ്രീജിത്ത് കൊട്ടാരത്തിൽ പുസ്തക കൈനീട്ടം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ കാഞ്ഞങ്ങാട് സീനിയർ ബ്രാഞ്ച് മാനേജർ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പുസ്തകശാല ചെയർമാൻ നാലപ്പാടം പത്മനാഭൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പാ വിതരണം നടത്തി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പാ വിതരണം ഉദ്ഘാടനം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്നീൻ വഹാബ് അധ്യക്ഷത വഹിച്ചു. അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണവും വായ്പാ വിശദീകരണവും KSBDDC ഉപജില്ലാ മാനേജർ N ശ്രുതി വിതരണം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ MDMC D ഹരിദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ, സൂരജ്, മണികണ്ഠൻ, ഷക്കീല ബഷീർ, അക്ഷയ്, കുഞ്ഞബ്ദുള്ള, മുഹമ്മദ് കുഞ്ഞി, ജയശ്രീ MP എന്നിവർ സംസാരിച്ചു. സുമതി സ്വാഗതവും ബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം 21-ന് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടുചേരിയിൽ LDF ജില്ലാ കമ്മിറ്റി ബഹുജന റാലി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ ആചരിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് മീലിയാട്ട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂണിലിടിച്ച് തകർന്നു. ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. കാസർകോട്ടെ ATM കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സഫാനാണ് അറസ്റ്റിലായത്. കാസർകോട് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. സംഭവത്തിൽ മുളിയാർ കെട്ടുങ്കൽ സ്വദേശി അറസ്റ്റിൽ. കണ്ണൻ പാട്ടാളി കഥകളി ട്രസ്റ്റിനു വേണ്ടി നിർമ്മിച്ച സ്മാരക മന്ദിര ഉദ്ഘാടനവും ആംഫി തിയേറ്റർ സമർപ്പണവും വാർഷിക ദിനാചരണവും 19, 20 തീയതികളിൽ ദേശീയ സെമിനാറും നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.